Dear students, നമുക്ക് പഠിക്കാനുള്ളത് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റീസ്. നമ്മളിതിനു മുമ്പ് പഠിച്ചു അൺസർട്ടനിറ്റി എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റീസ്. If the consumer has reasonable preferences about consumption in different circumstances, then we will be able to use a utility function to describe these preferences. അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഒരു കൺസ്യൂമറിന് റീസണബിൾ പ്രിഫറൻസസ് അബൌട്ട് കൺസംഷനെ പറ്റി പല പ്രിഫറൻസസും ഉണ്ടെങ്കിൽ അത് ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസിൽ നമുക്ക് അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. വി വിൽ ബി ഏബിൾ ടു യൂസ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അതിനുവേണ്ടി നമുക്കൊരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് to describe these preferences. However, the fact that we are considering choice under uncertainty does add a special structure to the choice problem. അപ്പോൾ എന്താണ് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഈ ചോയ്സ് പ്രോബ്ലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്. ഇൻ ജനറൽ, ഹൗ എ പേഴ്സൺ വാല്യൂസ് കൺസംഷൻ ഇൻ വൺ സ്റ്റേറ്റ് ആസ് കമ്പയർഡ് ടു അനദർ. ജനറലി നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പേഴ്സൺ ഒരു സിറ്റുവേഷനിൽ ഒരു സ്റ്റേറ്റിൽ ഉള്ള കൺസംഷനും മറ്റൊരു സ്റ്റേറ്റിലുള്ള സെയിം കൺസംഷനും എങ്ങനെയാണ് അയാൾ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട എന്താണ് ആസ്പെക്റ്റാണ് ഇവിടുത്തെ. ഇൻ അതർ വേർഡ്സ്, ദ റേറ്റ് അറ്റ് വിച്ച് ഐ ആം വില്ലിംഗ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് കൺസംഷൻ ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ കൺസംഷൻ ഇഫ് ഇറ്റ് ഡസൻറ്റ് ഷുഡ് ഹാവ് സംതിങ് ടു ഡു വിത്ത് ഹൗ ലൈക്ലി ഐ തിങ്ക് ഇറ്റ് ഈസ് ടു റെയിൻ. The preferences for consumption in different states of nature will depend on. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രിഫറൻസസ് ഫോർ കൺസംഷൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? വിൽ ഡിപ്പെൻഡ് ഓൺ ദി ബിലീഫ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ അബൌട്ട് ഹൗ ലൈക്ലി ദോസ് സ്റ്റേറ്റ്സ് ആർ. എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ സ്റ്റേറ്റും എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ്, അതുപോലെ അയാളുടെ ബിലീഫിനെയും ആശ്രയിച്ചായിരിക്കും പ്രിഫറൻസസ് ഫോർ കൺസംഷൻ എന്ന് പറയുന്നത് ഇരിക്കുന്നത്. ഫോർ ദിസ് റീസൺ വി വിൽ റൈറ്റ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആസ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബബിലിറ്റീസ്. അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷനെ നമുക്ക് പ്രോബബിലിറ്റിയുടെ ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക. ആസ് വെൽ ആസ് ഓൺ ദ കൺസംഷൻ ലെവൽസ്. അതുപോലെ കൺസംഷൻ ലെവൽസിലെയും ആശ്രയിച്ചാണ് നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സപ്പോസ് ദാറ്റ് വി ആർ കൺസിഡറിങ് ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്സ് സച്ച് ആസ് റെയിൻ ആൻഡ് ഷൈൻ. മഴ പെയ്യുക അല്ലെങ്കിൽ വെയിൽ. ഈ രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോസ് അല്ലെങ്കിൽ ആ രണ്ട് എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ലോസ് അല്ലെങ്കിൽ നോ ലോസ് ആകാം, വാട്ടെവർ എന്തുമാകാം. ലെറ്റ് C1 ആൻഡ് C2 റെപ്രസെൻറ്റ് കൺസംഷൻ ഇൻ സ്റ്റേറ്റ് 1. അതുപോലെ ആൻഡ് 2. സ്റ്റേറ്റ് 1ലെയും സ്റ്റേറ്റ് 2ലെയും കൺസംഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു C1 C2. Phi1 and Phi2 എന്ന് പറയുന്നത് probabilities that state 1 or state 2 actually occurs. If the two states are mutually exclusive, so the only one of them can happen. എന്താണ് രണ്ട് സ്റ്റേറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവും അതുപോലെ അതിൽ ഏതെങ്കിലും ഒന്നേ ഹാപ്പൻ ചെയ്യാൻ സാധ്യതയുള്ളെങ്കിൽ Phi2 എന്ന് പറയുന്നത് 1 - Phi1 ആയിരിക്കും. But we will generally write both probabilities just to keep things looking symmetric. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കാര്യങ്ങൾ സിമ്മട്രിക് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് സിമ്മട്രിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ പറഞ്ഞത്. ഗിവൺ ദിസ് നൊട്ടേഷൻ വി ക്യാൻ റൈറ്റ് ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഈ നൊട്ടേഷൻ ഉപയോഗിച്ച് നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ റൈറ്റ് ചെയ്യാൻ പറ്റും ഫോർ കൺസംഷൻ ഇൻ സ്റ്റേറ്റ് 1 and 2 ആസ് u of C1, C2, Phi1, Phi2. അപ്പം ഇതാണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫംഗ്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇൻഡിവിജ്വൽസ് പ്രിഫറൻസ് ഓവർ കൺസംഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ്. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൺസംഷൻ ബൈ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ occur. This gives us a utility function of the form u of C1 C2 Phi1 Phi2 equals Phi1 C1 plus Phi2 C2. In the context of uncertainty, this kind of expression is known as the expected value. അതായത് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിനെ പറ്റി എന്താണ് എന്നുള്ള കോണ്ടെക്സ്റ്റിൽ ദ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ
ഈസ് നോൺ ആസ് എക്സ്പെക്റ്റഡ് വാല്യൂ. അൺസർട്ടനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യൂട്ടിലിറ്റി ഫംഗ്ഷനെ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് കൊടുക്കുന്നത്. അതായത് അൺസർട്ടൻ ആണ്, നമുക്ക് ഉറപ്പായിട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ എക്സ്പെക്റ്റഡ് വാല്യൂ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ എന്നാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ആവറേജ് ലെവൽ ഓഫ് കൺസംഷൻ ദാറ്റ് യു വുഡ് ഗെറ്റ്. അതായത് നമുക്ക് നടത്താൻ സാധിക്കുന്ന ആവറേജ് ലെവൽ ഓഫ് കൺസംഷനാണ് ഈ എക്സ്പെക്റ്റഡ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനദർ എക്സാമ്പിൾ ഓഫ് എ യൂട്ടിലിറ്റി ഫംഗ്ഷൻ is that might be used to examine choice under uncertainty is Cobb-Douglas utility function u of c1 c2 pi 1 minus pi equals c1 pi c2 1 minus pi. ഇതാണ് Cobb-Douglas utility function എന്ന് പറയുന്നത്. ഹിയർ ദി യൂട്ടിലിറ്റി അറ്റാച്ച്ഡ് ടു എനി കോമ്പിനേഷൻ ഓഫ് കൺസംഷൻ ബണ്ടിൽസ്. ഇവിടെ യൂട്ടിലിറ്റി നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കോമ്പിനേഷൻ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്താണ്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാറ്റേൺ ഓഫ് കൺസംഷൻ ഇൻ എ നോൺ ലീനിയർ വേ. അത് നോൺ ലീനിയർ വേയിലാണ് പാറ്റേൺ ഓഫ് കൺസംഷനുമായിട്ട് യൂട്ടിലിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആസ് യൂഷ്വൽ വി ക്യാൻ ടേക്ക് എ മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂട്ടിലിറ്റി ആൻഡ് സ്റ്റിൽ റെപ്രസെൻറ്റ്സ് ദ സെയിം പ്രിഫറൻസസ്. അപ്പോൾ എന്താണ്, നമുക്കൊരു മോണോട്ടോണിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കും. ടു റെപ്രസെൻറ്റ്സ് ദ സെയിം പ്രിഫറൻസസ്. ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ് ലോഗരിതം ഓഫ് Cobb-Douglas utility will be very convenient in what follows. This will give us a utility function in u of c1 c2 pi 1 pi 2 equals pi 1 pi 1 into in into c1 plus pi 2 into in into c2. ഇനി എന്താണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്നാണ് നമ്മൾ നോക്കുന്നത്. One particularly convenient form that the utility function might take is the following. അതായത് കൺവീനിയൻറ്റ് ഫോം ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. u of c1 c2 pi 1 pi 2 equals pi 1 v into c1 plus pi 2 v into c2. This says that utility can be written as a weighted sum of the sum function of consumption in each state v of c1 and v of c2, where weights are given by the probabilities pi 1 and pi 2. This says that utility can be written as a weighted sum of some function of consumption in each state v of c1 and v of c2, where weights are given by the probabilities pi 1 and pi 2. Two examples of this were given above. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. The perfect substitutes or expected value utility function had this form where v of c is equal to c. The Cobb-Douglas didn't have this form originally, but when I expressed it in terms of logs, it had the linear form with the v of c is equal to in into c. If one of the states is certain, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് certain ആണെങ്കിൽ pi 1 is equal to 1 ആയിരിക്കും. Then v of c1 is the utility of certain consumption in state 1. Similarly, if pi 2 equals 1 v of c2 is the utility consumption in state 2. Thus the expression pi 1 v c1 plus pi 2 v c2 represents the average utility. It represents the average utility or the expected utility or of the pattern of consumption. ഇതാണ് എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് എ വെയ്റ്റഡ് സം ഓഫ് സം ഫംഗ്ഷൻ ഓഫ് കൺസംഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ്
V of C1 and V of C2, where the weights are given by the probabilities pi1 and pi2. Two examples എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. The perfect substitutes or expected value utility function had this form where V of C is equal to C. The cobra glass didn't have this form originally. അതായത് കോബ്ര ഗ്ലാസ്സിന് എന്താണ് ഒറിജിനൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബട്ട് വെൻ വി എക്സ്പ്രസ്ഡ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ലോഗ്സ് ഇറ്റ് ഹാഡ് ദ ലീനിയർ ഫോം വിത്ത് V of C is equal to In into C. If one of the states is certain so that pi1 is equal to 1, say then V of C1 is the utility of certain consumption in state 1. Similarly, if pi2 is equal to 1, V of C2 is the utility consumption in state 2. Thus the expression pi1 into V of C1 plus pi2 into V of C2 represents the average utility or the expected utility of the pattern of consumption. Class.